എങ്ങോട്ടേക്കാ? എസ്റ്റേറ്റ് വരെ. പ്രിയ വന്നില്ല നിങ്ങളെ? അവളിതാ മുറ്റത്തെ പുല്ലും പൂവൊക്കെ പറിച്ചു നിൽക്കുന്നുണ്ട്. ഞാൻ വരട്ടെ. രാജലക്ഷ്മി വല്ലതും പറഞ്ഞോ? ഓക്കെ, നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ നടക്കട്ടെ. അപ്പോ ആദ്യത്തെ മുഹൂർത്തത്തിൽ തന്നെ ആവാം അല്ലേ ലക്ഷ്മി? ഏട്ടൻ തീരുമാനിക്കുന്നതിനപ്പുറം ഒരു അഭിപ്രായവും ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. സൂര്യേട്ടാ, സൂര്യേട്ടാ, എന്തുപറ്റി പ്രിയേ? അച്ഛനോടും ആന്റിയോടും തുറന്നു പറയാനുള്ള ധൈര്യം എനിക്കില്ല. ഏട്ടൻ വിചാരിച്ചാലേ എന്നെ രക്ഷിക്കാൻ പറ്റൂ. കാര്യം എന്താന്ന് പറഞ്ഞാലല്ലേ? എനിക്ക് വേറൊരാളെ ഇഷ്ടം. കല്യാണം കഴിക്കുന്നെങ്കിൽ അയാളല്ലാതെ. ഇത്രേ ഉള്ളോ? ഡോൺ വറി, ഈ പ്രോബ്ലം പുഷ്പം പോലെ ഞാൻ സോൾവ് ചെയ്തു തരാം. പോരെ? ഏട്ടൻ എന്നോട് വിരോധമൊന്നുമില്ലല്ലോ? വിരോധോ? ഇപ്പോഴാണ് എനിക്ക് നിന്നോട് കൂടുതൽ സ്നേഹം. അപ്പോ സത്യമായിട്ടും സൂര്യൻ എന്നോട് ദേഷ്യമില്ലല്ലേ? എടി പെണ്ണെ, സ്നേഹം എന്ന് പറയണത് പിടിച്ചു വാങ്ങേണ്ടതല്ല, ഉള്ളിന്റെ ഉള്ളിൽ തോന്നേണ്ടതാ. അതെ, ആരാ കക്ഷി? സാംസങ് പ്രോഡക്ട്സിലെ മാനേജരാ. എന്താ പേര്? ശ്രീപ്രകാശ്. ആ, ശ്രീപ്രകാശിനെ ഏട്ടനെ വണ്ടിയൊക്കെ അറിയാം. നമ്മുടെ വിവാഹത്തിനുള്ള മുഹൂർത്തം കുറിപ്പിച്ചോണ്ടാ അച്ഛൻ വന്നിരിക്കണേ. ഈ കാര്യം അറിയുമ്പോ എന്ത് ഭൂകമ്പം ഉണ്ടാവും പോണെന്നറിയില്ല. ഒരു ഭൂകമ്പം ഉണ്ടാവാൻ പോണില്ല. നമുക്ക് ഈ മാരേജ് ഒരു ത്രില്ലാക്കണം. തൽക്കാലം കാര്യങ്ങൾ കാരണവന്മാരുടെ വഴിക്ക് തന്നെ പോട്ടെ. മുഹൂർത്ത ദിവസം നീ നിന്റെ കക്ഷിയോട് മണ്ഡപത്തിലെത്താൻ പറയാ. അവിടെ വെച്ച് നമ്മുടെ സസ്പെൻസ് പൊട്ടിക്കുന്നു. രാജലക്ഷ്മി അമ്മയും GR സിമ്മയും നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അമ്പരക്കുന്നു. നിന്റെയും നിന്റെ സാംസൺ മാനേജറുടെയും സ്വയംവരം ഈ സൂര്യേട്ടന്റെ മേൽനോട്ടത്തിൽ നമ്മൾ പൊടി പൊടിക്കുന്നു. ഹൗ ഇസ് ഇറ്റ്? ഇരിക്കൂ. നീ ഇതുവരെ ഒരുങ്ങിയില്ലേ? ഞാൻ ഒരുങ്ങി തന്നെ നിൽക്കണേ. ഇങ്ങനെയാണോ ഒരുങ്ങുന്നത്? മുഹൂർത്തത്തിന് ഇനി സമയമുണ്ടല്ലോ അമ്മേ. സമയമാകുമ്പോ കിടന്ന് ടെൻഷൻ അടിക്കാൻ എനിക്ക് വയ്യ. ചെല്ലു സൂര്യ. മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോട്ടെ. മുഹൂർത്തത്തിന് ഇനി സമയമുണ്ടല്ലോ ലക്ഷ്മി, ഇപ്പോഴേ പിടിച്ചെടുക്കണോ? എന്നാ നിങ്ങൾ റെസ്റ്റ് റൂമിലേക്ക് പോയിരുന്നോളൂ. നീ എന്താ ഇവിടെ ഇങ്ങനെ ചുറ്റി കളിക്കണേ? അല്ല, എനിക്ക് പ്രിയോട് വളരെ സീരിയസ് ആയിട്ടൊരു മാറ്റർ ചോദിക്കാൻ. ചോദിക്കാനും പറയാനൊക്കെ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. നിന്റെ കയ്യിലല്ലേ ഏൽപ്പിക്കാൻ പോണത് അവളെ? സ്റ്റേഷൻ ഇട്ടാ ചെന്ന് ഒരുങ്ങി സൂര്യ. ചെല്ലേ. എന്താ കുട്ടി താമസം? മുഹൂർത്തമായല്ലോ. അത് തുടങ്ങായി. എന്ത് പറ്റി? മനസ്സുകൊണ്ട് ഒരിക്കലും എന്നെ ഭാര്യയാക്കാൻ ഇഷ്ടമല്ലാത്ത ഒരാളുടെ കുഞ്ഞിനെയാണ് ഞാൻ വയറ്റി ചുമക്കുന്നതെന്ന് അറിഞ്ഞ ഈ നിമിഷം എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. സൂര്യേട്ടൻ പറഞ്ഞതുപോലെ
സ്നേഹം ആരോടും പിടിച്ചു വാങ്ങാനാവില്ലല്ലോ. ആ സ്നേഹത്തിന് ദീർഘായുസുണ്ടാവില്ല. നേരത്തെ വിവരം അറിഞ്ഞിരുന്നെങ്കിൽ ഈ വേഷം കെട്ടിലെങ്കിലും ഒഴിവാക്കാമായിരുന്നു. ഇനി ഈ വെടിവേഷം കെട്ടി കാത്തിരിക്കാൻ വയ്യ. ഞാൻ ഗർഭിണിയാണെന്ന സത്യം മറച്ചു വെച്ചതിന് മാപ്പ്. എനിക്ക് പ്രിയയോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ലമ്മേ, പക്ഷേ മനസ്സുകൊണ്ട് അവളെ ഭാര്യയായിട്ട് സങ്കല്പിക്കാൻ എനിക്ക് കഴിയണില്ല. എന്തൊക്കെയാ കുട്ടി എഴുതിയിരിക്കണേ? എനിക്കൊന്നും മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലായി. അമ്മേ, ഇനി ആ നാവ് കൊണ്ട് എന്നെ അമ്മയെന്ന് വിളിക്കരുത്. ഇറങ്ങണ പുറത്ത്. അമ്മേ, ശപിക്കപ്പെട്ടവനെ, എന്റെ വയറ്റിൽ തന്നെ പറഞ്ഞാണോടാ നീ? സീരിയസ് അവളോട് പറയണമെന്ന് വിചാരിച്ച് ഇതായിരുന്നു അല്ലേ? പറയണോ? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഞാൻ എന്ത് പറഞ്ഞു എന്നാ? അറിയില്ല അല്ലേ? ഞാൻ വായിച്ചു നോക്ക്. ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനായിരുന്നടാ ഇവളെ? അമ്മേ, അവരത് ഞാനല്ല. വേണ്ട, ഒരക്ഷരം നീ എന്നെ വേണ്ടി പോയത്. എനിക്കെല്ലാം മനസ്സിലായി. അമ്മേ. ഇറങ്ങി പോടാ ഇവിടുന്ന്. അമ്മേ, ഞാൻ പോ ഇവിടുന്ന്. എനിക്ക് എന്നെ കാണണ്ട. ഞാൻ ചത്ത എന്റെ ചിതയ്ക്ക് കൊള്ളി വെക്കാൻ പോലും നീ വരണ്ട. ഇറങ്ങി പോടാ ഇവിടുന്ന്. എല്ലാ സ്വപ്നങ്ങളും തകർന്നു പോയതുപോലെ അമ്മ തളർന്നു വീഴുന്നത് കണ്ടപ്പോ ചങ്ക് പിടച്ചു. പക്ഷെ നിന്നിടത്ത് നിന്ന് അനങ്ങാനായില്ല. കണ്ണിലാകെ ഇരുട്ട് കയറിയതുപോലെ തിരിഞ്ഞു നടന്നു. എത്ര ദൂരം എന്നറിയില്ല, എത്ര സമയം എന്നറിയില്ല. ഒടുവിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയപ്പോ, സ്വന്തമെന്ന് പറയാൻ ഈ ഭൂമിയിൽ ആരും ഇല്ലെന്ന് തോന്നിയപ്പോ ജീവനൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. പക്ഷെ നിങ്ങളതിന് സമ്മതിച്ചില്ല. അതുകൊണ്ട് ഇത്രയും ആയുസ് കൂട്ടിക്കെട്ടി. നന്ദി. അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെയൊക്കെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ്.